നമുക്ക് സമാധാനമില്ല എങ്കിൽ നമ്മൾ രോഗികളാകും. നമുക്ക് സന്തോഷമില്ല എങ്കിൽ നമ്മൾ രോഗികളാകും. നമുക്ക് കരുണയില്ല എങ്കിൽ നമ്മൾ രോഗികളാകും. ഒരു ക്യാൻസറിനെക്കാട്ടിൽ ഏറ്റവും ഭയാനകമായ ഒന്നാണ് ഹേറ്റ്രസ്. ഒരിക്കൽ ആത്മാവിനെ ലഭിച്ചാൽ നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടും. പാപം ചെയ്യുമ്പോൾ ആത്മാവ് നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ മക്കളാവുന്ന നമ്മൾക്ക് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. കർത്താവിൻ്റെ കൃപയില്ല എങ്കിൽ, ദൈവത്തിൻ്റെ കരുണയില്ല എങ്കിൽ നമ്മൾക്കിവിടെ വരുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ കരുണ അത്ര വലുതാണ് നമ്മളുടെ മേൽ. ഇന്ന് വന്നവർക്കായി സ്തോത്രം. വരുവാൻ ആഗ്രഹിച്ചിട്ട് വരാൻ സാധിക്കാത്തവർക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ആണ് നമ്മളെ ശക്തീകരിക്കുന്നത്. ദൈവവചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ആഹാരമില്ലാതെ ഒരു പരിധി വരെ നമുക്ക് ജീവിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനമില്ലാതെ ഒരു നിമിഷം പോലും ദൈവമക്കൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജിന് നമുക്ക് വേണമെങ്കിൽ കരുണാവാനായ കർത്താവ്, മേഴ്സിഫുൾ ഗോഡ് എന്നോ, സൗഖ്യമാക്കുന്ന യഹോവ എന്നോ, ബിക്കോസ് ജീസസ് ഈസ് ഫുൾ ഓഫ് മേഴ്സി. യഹോവ റാഫ, ദ ലോർഡ് ഹു ഹീൽസ്. അവൻ സൗഖ്യമാക്കുന്ന ദൈവം യഹോവ. ജീസസ് ഈസ് ഫുൾ ഓഫ് മേഴ്സി. കരുണയുടെ നിറവിടമാണ്, ഉറവിടമാണ് കർത്താവ്. നമ്മളോട് കരുണ തോന്നിയത് കൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ നാം എവിടെയോ ആയിരുന്നേനെ. ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം, യെശയ്യാ ചാപ്റ്റർ 53 വേഴ്സ് 4-5 നമ്മൾ വായിക്കുമ്പോൾ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സാക്ഷാൽ രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാസ്തവമായും നമ്മുടെ എല്ലാ രോഗങ്ങളെയും ആര് വഹിച്ചു? യേശു. ഡു യു ബിലീവ് ദാറ്റ്? ഞാനത് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. രോഗമില്ലാത്ത, ഒരു രോഗവുമില്ലാത്ത, എനിക്കൊരു രോഗവുമില്ല. കൈയൊന്ന് പൊക്കാമോ? എനിക്ക് ഒരു രോഗവും എനിക്കില്ല. രോഗം, പല രോഗങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രോഗമുണ്ടോയെന്നറിയില്ല. വേദനയുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഒരു ലിസ്റ്റ് എഴുതി തരും. ഇത് മുഴുവൻ പോയി ചെക്ക് ചെയ്തുകൊണ്ട് വരാൻ പറയും. നമ്മുടെ പോക്കറ്റിലെ പൈസ പകുതി മുഴുവനും പോവും. അവസാനം പറയും ഒന്നുമില്ല, കുഴപ്പമില്ല. എന്നാൽ കർത്താവ് നമ്മളെ നോക്കുന്നത് അങ്ങനെയല്ല. കാരണം ബ്ലഡ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം കാൽവറി കുരിശിൻ്റെ രക്തത്താൽ, പാപമില്ലാത്ത രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ പാപമില്ലാത്തവരാക്കി മാറ്റിയതുകൊണ്ട് നമ്മുടെ രക്തത്തിൽ ഇനിയും കറകളില്ല, പാപങ്ങളില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചുകൊണ്ടാണ് നമ്മുടെ വേദനകളെ ചുമന്നു. അപ്പോൾ വേദനയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ശരീരവേദനയുണ്ട്, മാനസികമായ വേദനയുണ്ട്, കുടുംബപരമായ വേദനയുണ്ട്. ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെയിൻ. കാലിന് വേദന, കൈക്ക് വേദന, പുറത്ത് വേദന, തലവേദന, നടുവിന് വേദന, ഇവകളെല്ലാം ഉള്ളതുപോലെ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലൊരു വേദനയുണ്ട്. ആത്മാവിൻ്റെ വേദന, മാനസികമായിട്ടുള്ള വ്യഥ. ശരീരവേദനയേക്കാൾ ഏറ്റവും ഭയങ്കരമാണ് മാനസികമായിട്ടുള്ള പ്രശ്നം. ഈ മാനസികമായിട്ടുള്ള വ്യഥ വരുമ്പോൾ
നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ടാകും. ഈ മാനസികമായോ സംഘർഷം കൂടുമ്പോഴാണ് ചിലരുടെയൊക്കെ കൈ പൊങ്ങുന്നത്. ആരുടെ മേല? ഭാര്യയുടെ മേലെ. അല്ലെങ്കിൽ സംഘർഷം കൂടുമ്പോഴാണ് ഭാര്യ ചട്ടുകമെടുത്ത് അടിക്കാൻ പറ്റത്തില്ല എറിയുന്നത്. മാനസികമായ വ്യഥ. ചിലർ ഇറങ്ങി ഓടും, മാനസിക വ്യഥ കൊണ്ട് ഓടും. ചിലർ കൈ കിട്ടുന്ന കടിച്ച് പറിക്കും. ചിലത് കസേരയിലൊക്കെ മേശയിലൊക്കെ ഇട്ടങ്ങ് ആഞ്ഞിട്ടിക്കും. മാനസികമായ വ്യഥ സഹിക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ വി ഡോണ്ട് നോ വാട്ട് വി ആർ ഡൂയിങ്. ഇതെല്ലാം രോഗമാണ്. കോപം ഒരു മാനസിക രോഗമാണ്. ഹേറ്റ്രസ് ഒരു മാനസിക രോഗമാണ്. സ്നേഹമില്ലായ്മ ഒരു മാനസിക രോഗമാണ്. മാനസിക രോഗത്തിന് ചികിത്സ വളരെ കുറവാണ്. മാനസിക രോഗമായ ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയത്തില്ല. അവർ ഒരു ടാബ്ലറ്റ്സ് കൊടുക്കും. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ആ സംഘർഷത്തെ ഒന്ന് കുറയ്ക്കും, അത്രയേ ഉള്ളൂ. അത് നിത്യം കഴിക്കേണ്ടി വരും. എന്നാൽ യേശുവിൻ്റെ അരികിലോട്ട് ചെന്നവരെ എല്ലാം കർത്താവ് സൗഖ്യമാക്കി. നമ്മൾ വിശ്വസിക്കേണ്ടത് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചുകൊണ്ട് കാൽവറി കുരിശിൽ കയറി അവസാന തുള്ളി രക്തം പോലും തന്ന് നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മളെ മക്കളും അവകാശികളുമാക്കി പൂർണ്ണമായി നമ്മളെ സൗഖ്യമാക്കി ഇരിക്കുന്നു. നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നൊന്ന് വിശ്വസിച്ചു നോക്കിയേ. വാ കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞേ, എൻ്റെ രോഗങ്ങളെ കർത്താവ് ചുമന്നു, എൻ്റെ വേദനകളെ കർത്താവ് അറിയുന്നു. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ വാ കൊണ്ട് പറയണം, ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഈ വചനത്താൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. എനിക്ക് രോഗമില്ല, ഞാൻ സൗഖ്യവാനാണ്, ഞാൻ സൗഖ്യവതിയാണ്. ഐ ക്യാൻ നോട്ട്, ചിലപ്പോൾ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഐ ക്യാൻ വാക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എൻ്റെ കർത്താവിനാൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഏത് മതിലിനെയും ചാടിക്കിടക്കാൻ സാധിക്കും. ദാറ്റ് ഫെയ്ത്ത് ഷുഡ് ബി ഇൻസൈഡ് ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഇൻ അസ്. യേശു നമ്മുടെ ഉള്ളിലുണ്ട്. ബത്സദ കുളക്കരയിൽ വളരെ കരുണയോടെ ഉള്ള കുളക്കരയിൽ ദൂതൻ ഇറങ്ങി വന്ന് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ദൂതൻ ഇറങ്ങി വന്ന് കലക്കുമ്പോൾ ആര് മുന്നിൽ ഇറങ്ങുന്നു അവർ സൗഖ്യമാകും. ബത്സദയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വീട് ഒരു ബത്സദയാണ്, നിങ്ങളുടെ ചർച്ച് ഒരു ബത്സദയാണ്, കരുണയുടെ ഉറവിടമാണ്. അവിടേക്ക് കടന്നു വരുന്നവർ സൗഖ്യമായി കടന്നു പോകണം. അവിടേക്ക് കടന്നു വരുന്നവർ, മാനസിക ബധയിൽ വരുന്നവർ, അത് മാറി സന്തോഷത്തോടെ കടന്നു പോകണം. ജീവിതത്തിന്റെ പ്രയാസ പ്രതികൂലങ്ങളിൽ കൂടി ഒരു ചർച്ചിലേക്ക് കടന്നു വരുന്നവർ അത് മാറി സന്തോഷമുള്ളവരായി പോകണം. സമാധാനമില്ലാതെ വരുന്നവർ സമാധാനത്തോടെ മടങ്ങിപ്പോകണം. അതിനാണ് നമ്മൾ ഒരു ചർച്ചിലേക്ക് കടന്നു വരുന്നത്. ഭവനത്തിൽ അത് തന്നെയായിരിക്കണം. കരുണ, യേശുവിൻ്റെ മക്കൾക്ക് യേശുവിൻ്റെ കരുണയുണ്ട്. ബിക്കോസ് ജീസസ് ഈസ് ഇൻ us. യേശു നമ്മളിലുണ്ട് എങ്കിൽ ആ യേശുവിൻ്റെ സ്വഭാവം ഉള്ളവരായി നമ്മൾ ഇരിക്കണം. അതെവിടെയായിരുന്നാലും, ഭവനത്തിലായാലും ചർച്ചിലായാലും വേറെ എവിടെ ഏതിടങ്ങളിലായാലും ഒരു ദൈവ പൈതലിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം വാട്ട് കൈൻഡ് ഓഫ് സ്പിരിറ്റ് ഈസ് ഇൻ ഹിം. എൻ്റെ വായിൽ നിന്ന് വരുന്ന സംസാരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും വാട്ട് കൈൻഡ് ഓഫ് സ്പിരിറ്റ് ഈസ് ഇൻ മീ. So we need to be very careful in our ways. നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്നത് കർത്താവ് പറഞ്ഞു യെസ് അല്ലെങ്കിൽ നോ, ശരിയോ തെറ്റോ പറയും. കൂടുതൽ വാചകം അടിക്കാൻ പോരുത്. ദാറ്റ് ഈസ് നോട്ട് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് നമ്മളെ സൗഖ്യമാക്കിയതാണ്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയതാണ്. സങ്കീർത്തനങ്ങൾ 41:3-4
യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവൻ്റെ കിടക്ക എല്ലാം മാറ്റി വിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, യഹോവയെ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ, നിന്നാടല്ലോ ഞാൻ പാപം ചെയ്തത്. അപ്പം പാപം ചെയ്തു കഴിയുമ്പം കുറ്റബോധം, എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് നമുക്കൊരു കുറ്റബോധം തരും. ദൈവത്തോട് ക്ഷമ പറയാൻ കർത്താവ് ക്ഷമിക്കും. വീണ്ടും അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രം. സങ്കീർത്തനം 107:20 നമ്മൾ വായിക്കുമ്പോൾ, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. വചനം അയച്ച് ദൈവം സൗഖ്യമാക്കും. ബദസ്താക്കുളെ കൈ ദൂതനെ അയച്ച് ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു. അപ്പം ഓരോ സൗഖ്യങ്ങളും നടക്കുന്നത് വിവിധ തരത്തിലാണ്, ഓരോ രൂപത്തിലും ഭാവത്തിലുമാണ്. നമ്മുടെ എല്ലാ അസുഖങ്ങളും ഒരുപോലെയല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൗഖ്യം പല രൂപത്തിലാണ്. ലൂക്കോസിന്റെ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കമിഴ്ന്നു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. ഒരു കുഷ്ഠരോഗിയോട് കരുണ തോന്നുന്നു. കുഷ്ഠരോഗി ആരും തൊടാറില്ല. അന്നത്തെ കാലത്ത് കുഷ്ഠരോഗികൾ പാളയത്തിന് പുറത്താണ്. അപ്പൊ യേശുവിൻ്റെ കരുണ എത്ര മനോഹരമായിരിക്കുന്നു. ഒരു കുഷ്ഠരോഗിയോട് പോലും കരുണ തോന്നുന്ന കർത്താവ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 8 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 8:5-8, അവൻ കപ്പർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു. അവനവനോട്, ഞാൻ വന്നവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്നെ ബാല്യക്കാരന് സൗഖ്യം വരും. അപ്പം ഒരു വേർഡ് ഈസ് ഇനഫ്. വൺ വേർഡ് ഫ്രം ഗോഡ് ഈസ് ഇനഫ് ടു ചേഞ്ച് അസ് കംപ്ലീറ്റ്ലി. നമ്മളെ മൊത്തമായി നമ്മളെ സൗഖ്യമാക്കുവാൻ, നമ്മുടെ തലമുടി നാല് മുതൽ ഉള്ളം കാല് വരെ നമ്മളെ സൗഖ്യമാക്കുവാൻ വൺ വേർഡ് ഈസ് ഇനഫ്. MRI സ്കാൻ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നമ്മളെ സൗഖ്യമാക്കണമെങ്കിൽ സൗഖ്യമാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദ വിൽ ഓഫ് ഗോഡ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സൗഖ്യമായിരിക്കണം, നമ്മൾ സമാധാനമായിരിക്കണം, നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. നമുക്ക് സമാധാനമില്ല എങ്കിൽ നമ്മൾ രോഗികളാകും. നമുക്ക് സന്തോഷമില്ല എങ്കിൽ നമ്മൾ രോഗികളാകും. നമുക്ക് കരുണയില്ല എങ്കിൽ നമ്മൾ രോഗികളാകും. മറ്റുള്ളവരോട് നമുക്ക് ആർദ്രത, സ്നേഹമില്ല എങ്കിൽ നമ്മൾ ആ ഹേറ്റ്രസ് വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ രോഗികളാകും. ഒരു ക്യാൻസറിനെക്കാട്ടിൽ ഏറ്റവും ഭയാനകമായ ഒന്നാണ് ഹേറ്റ്രസ്, വെറുപ്പ്, വൈരാഗ്യം. ലൂക്കോസിന്റെ 13-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്ക് ചാപ്റ്റർ 13:10-13, ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവർന്നു നിൽക്കാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൻ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൽ പ്രായമുള്ള സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. 18 സംവത്സരമായി പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുക. പലരും ആ കൂനിനെ കുറിച്ച് പാപമാണെന്നും രോഗമാണെന്നും ഒക്കെ പറയും. എന്തുമായിക്കോട്ടെ, എന്തായാലും ശാരീരികമായ കൂനോടുകൂടി 18 സംവത്സരം ചർച്ചിൽ വന്നിട്ട് അവരോട് ആർക്കും കരുണ തോന്നിയില്ല. അവർ ചർച്ചിൽ വരുന്നു, ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ മടങ്ങിപ്പോകുന്നു. വന്ന് പുറകിലിരിക്കും, കൂനിയിരിക്കും, അതുപോലെ ഇറങ്ങിപ്പോകും. വളരെ വിശ്വസ്തയായ, എല്ലാ ദിവസവും മുടക്കാതെ ചർച്ചിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷെ യേശു അവിടേക്ക് വന്നപ്പോ, യേശു പ്രസംഗിക്കാൻ നിന്നപ്പോൾ അങ്ങ് ദൂരെ അതാ ഒരു അമ്മച്ചി കുനിഞ്ഞ് ഇരിക്കുന്നു. യേശുവിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ സാധിക്കുന്നില്ല. യേശുവിന് അവരുടെ മുഖം പോലും കാണാൻ സാധിക്കുന്നില്ല.
യേശുവിൻ്റെ മുഖത്ത് നോക്കാൻ വയ്യാതെ ആരെങ്കിലും ഒന്ന് ഇരിപ്പുണ്ടോ? എന്തെങ്കിലും കൂന് നമ്മുടെ ജീവിതത്തിലുണ്ടോ പ്രിയമുള്ളവരെ? ഞാൻ കൂനിനെ കുറിച്ച് വിവരിക്കുന്നില്ല. നമുക്കറിയാം നമ്മളിലുള്ള കൂന്, കുറ്റം, കുറവ് എന്താണെന്ന്. If you are sitting with a guilty conscience, you cannot look at Jesus' face. You cannot see the face of Jesus. യേശുവിൻ്റെ മുഖം നമുക്ക് കാണാൻ കഴിയുകയില്ല. അവൻ മുഖം മറച്ചു കളയും. അതുകൊണ്ടാണ് ദാവീദിന് പ്രകാരം, നിന്റെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കരുതേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. ഒരിക്കൽ ആത്മാവിനെ ലഭിച്ചാൽ നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടും. പാപം ചെയ്യുമ്പോൾ ആത്മാവ് നഷ്ടപ്പെടും. തീർച്ചയായും വചനമാണ്. എത്ര ശ്രദ്ധയോടെ നമുക്ക് ജീവിച്ചാൽ മതിയാവും പ്രിയമുള്ളവരെ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂനിയായ സ്ത്രീയോട് കർത്താവിന് കരുണ തോന്നിയില്ലേ? ബത്സദ, മേഴ്സി, അവിടെ വരുന്നവരൊക്കെ സൗഖ്യമാവും. ചർച്ചുകളിൽ വരുന്നവർ സൗഖ്യമായി പോകണം. പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ വരുന്നവർ സൗഖ്യമായി പോകണം. അവർ സന്തോഷമുള്ളവരായി ജീവിക്കണം. അവർക്ക് എപ്പോഴും ഒരു ചിരിക്കുന്ന മുഖം ഉണ്ടായിരിക്കണം. നമ്മൾ പറയുകയാണ് എങ്ങോട്ടാണ്, ലൈഫ് ഫെലോഷിപ്പിലോ പെടണം, അവർ ചിരിച്ചുകൊണ്ട് പറയണം, കരഞ്ഞുകൊണ്ട് പറയരുത് അയ്യോ കർത്താവേ അങ്ങോട്ട് പോകാൻ ഇട വന്നതിന്. പറയരുത് യേശു ഇവിടെ ഇല്ല എന്ന്. 2-3 പേർ തന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കർത്താവുണ്ട്. സഹോദര, സഹോദരി, പ്രിയം കുഞ്ഞുങ്ങളെ, നിന്റെ ഹൃദയത്തിൽ യേശുവുണ്ട്. നീ രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, നിന്റെ ഹൃദയത്തിൽ യേശുവുണ്ട്. God is in you and you are in God. അങ്ങനെയെങ്കിൽ ഒരിക്കലും പറയല്ല നീ പോകുന്നിടത്തൊക്കെ യേശുവുണ്ട്, നീ ഇരിക്കുന്ന ഇടത്തിൽ യേശുവുണ്ട്, ഞാൻ നടക്കുന്ന ഇടത്തിൽ യേശുവുണ്ട്. എൻ്റെ യേശുവിൻ്റെ സ്വഭാവമാണ് എനിക്കുള്ളതെങ്കിൽ എൻ്റെ യേശു ഞാൻ പോകുന്നിടത്തെല്ലാം ഉണ്ട്. 2-3 പേർ കൂടുന്നിടത്ത് യേശുവുണ്ട് അവരുടെ മധ്യേ. എന്തിനാണ്? കൂട്ടായ്മയ്ക്കായിട്ട്. ഹല്ലേലൂയ. Do you believe that? I believe it. I believe Jesus is in here. Otherwise nobody will preach the word of God. ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നിടത്ത് യേശുവുണ്ട്. Because the word is Jesus. വചനം ജഡമായി തീർന്നതാണ് യേശു. അങ്ങനെയെങ്കിൽ ഈ യേശുവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഈ യേശുവാണ് നമ്മളോട് സംസാരിക്കുന്നത്. യേശുവിൻ്റെ ആത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. Whoever it may be, it doesn't make any difference for God. You are short, you are black, you are white, you are long, no problem. യേശുവിനൊന്നൊരു പ്രശ്നമല്ല. God is looking at our hearts. നമ്മുടെ ഹൃദയങ്ങളെയാണ് ദൈവം നോക്കുന്നത്. If your heart is clean, ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നമ്മുടെ ഹൃദയം ശുദ്ധമാണോ? Yes, that is what God wants to see. അതാണ് God ദൈവത്തിന് കാണേണ്ടത്. Or you are corrupted, your heart is corrupted. I can put a white shirt and white pant and I can do all the bad things outside. You never know. Even my wife will not know. എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാൻ കഴിയത്തില്ല ഞാൻ ചെയ്യുന്ന മ്ലേച്ഛതകൾ എന്തെന്ന്. അങ്ങനെ എനിക്ക് ജീവിക്കാൻ അറിയാം. പക്ഷേ അതല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഈ ചർച്ചിലേക്ക് കാലുകുത്തുമ്പോൾ ഓർക്കണം, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. എൻ്റെ പഴയത് ഞാൻ അവിടെ ഉപേക്ഷിച്ചു, ഡെസർട്ടിൽ. എൻ്റെ പഴയതിനെ ഞാൻ കളഞ്ഞിട്ടാണ് എൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് ദൈവത്തിൻ്റെ ആലയമെങ്കിൽ യഹോവയുടെ ആലയത്തിലേക്ക് വരുന്നവരുടെ കാൽ പരിശുദ്ധമായിരിക്കണം. അവർ വരുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ അടുത്തിരിക്കുന്ന ആളുകൾ സൗഖ്യമാകും. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം ലാഘവമായി എടുക്കരുത്. ദൈവത്തിൻ്റെ വചനം ലാഘവമായി എടുക്കരുത്. ഇറ്റ് ഈസ് വെരി സീരിയസ് ഇഷ്യൂ. ധനവാനായ മനുഷ്യനോട് ചോദിച്ചു, മുടാ, ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ നീ എവിടെ? നീ കൂട്ടിവെച്ചു, കോടാനുകോടികൾ കൂട്ടിവെച്ചു. അതിൻ്റെ പുറത്തിരിക്കുന്ന മനുഷ്യ, ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ നീ എവിടെ? നിന്റെ ആത്മാവ് എവിടെ പോകും? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുമോ? അതോ എന്തിനാണ് പണം? ആവശ്യത്തിന് മതിയല്ലോ. 12 മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, കർത്താവിൻ്റെ കാണുവാൻ അവൾ ആഗ്രഹിച്ച് ഓടി വന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് ആ സഹോദരിയെ. എല്ലാവരാലും തള്ളപ്പെട്ട
എല്ലാവരാലും ത്യജിക്കപ്പെട്ട ഒരു സഹോദരി യേശു വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഓടി വന്നു. അവൾക്ക് യേശുവിനെ തൊടുവാൻ, അവൾക്ക് പുറത്തിറങ്ങാൻ യഹൂദന്മാർ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ളവരെ ഓടി വന്നിട്ട് ആരും കാണാതെ തിക്കിലും തിരക്കിലും കൂടെ വലിയ ഒരു ജനം നടക്കുന്നതിനിടയ്ക്കൂടെ അതിനിടയിൽ കൂടെ കയറി ഓടിച്ചെന്ന യേശുവിൻ്റെ ആ ഉടുപ്പിൽ തൊങ്ങലിലൊന്ന് തൊട്ടു. ശക്തി പുറപ്പെട്ടു. Because the powerful God's power reached to her and healed her completely, instantly. മിനിറ്റ് കൊണ്ട്, സെക്കൻഡ് കൊണ്ട് അവൾ സൗഖ്യമുള്ളവളായി തീർന്നു. സഹോദരി സഹോദരങ്ങളെ, സൗഖ്യം വേണമെങ്കിൽ യേശുവിൻ്റെ അരികിലേക്ക് വരുമോ? യേശുവിൽ നിന്ന് വിളിക്കുമോ? എന്താണ് നിന്റെ രോഗം? എന്താണ് നമ്മുടെ കൂന്? എന്താണ് നമ്മുടെ പ്രശ്നം? എന്ത് രോഗമായിരുന്നാലും, എന്ത് പ്രശ്നമായിരുന്നാലും കർത്താവ് നമ്മളെ സൗഖ്യമാക്കും. ഒന്നാമതായി വചനം ശ്രദ്ധിക്കുക. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ 20-22 വരെ, മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി തരിക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. Read the word of God and obey. സൗഖ്യത്തിന്റെ ഒന്നാമത്തെ പടി. യെശയ്യാ 40:29 നമ്മൾ വായിക്കുന്നു. അവൻ ക്ഷീണിച്ചിരുന്നവർ ശക്തി നൽകുന്നു, ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യം, നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ബിലീവ് ഇറ്റ് ഓർ നോട്ട്. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രണ്ടാമത് വിശ്വസിക്കുക. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം വായിക്കുന്നു. ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിനോട് ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. കഴിയുമെങ്കിൽ സൗഖ്യമാക്കാൻ കഴിയുമെന്നോ? യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ കഴിയും. നീ വിശ്വസിക്കുക. ഡു യു ബിലീവ്? മാർത്തയുടെ, മറിയന്റെ സഹോദരൻ മരിച്ചു കിടന്നു. യേശു ചോദിച്ചു, ഡു യു ബിലീവ്? നീ വിശ്വസിക്കുന്നുവോ? ഞാൻ കരുണയുള്ള കർത്താവാണ്, ഞാൻ സ്നേഹമുള്ള കർത്താവാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. നീ ബിലീവ് ചെയ്യുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നുണ്ടോ? I will restore you. ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. I will heal you. ഞാൻ നിന്നെ സൗഖ്യമാക്കും. I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ മാത്രമല്ല, നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും. മൂന്നാമത് യെരമ്യാ പ്രവചനം 17:14 പ്രാർത്ഥിക്കുക. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. കർത്താവ് രക്ഷിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കും കഴിയത്തില്ല. കർത്താവിൻ്റെ കരുണയാണ് നമ്മളെ രക്ഷിക്കുന്നത്. അവൻ്റെ കൃപയാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ. മനസ്സ് നുറുങ്ങി പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 147:3, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മനം തകർന്ന് ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം. അവൻ ചുമരിലോട് ചേർന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ മരിച്ചു പോകും, സൗഖ്യമാകത്തില്ല. ചുമരിനോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ചെയ്ത നല്ല പ്രവൃത്തികളൊന്ന് ഓർക്കണമേ. ഞാൻ ഒരുപാട് കരുണ പ്രവൃത്തികളൊക്കെ ചെയ്തെന്ന് ഓർക്കണമേ. 15 സംവത്സരം നീട്ടിക്കൊടുത്തു. പ്രിയമുള്ളവരെ, ആയുസ് നീട്ടി വേണോ? കർത്താവിനോട് ചോദിക്കും. കുറെ നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യൂ വചനപ്രകാരം. സങ്കീർത്തനം 30:2, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. എത്ര പേർക്ക് കരയാൻ സാധിക്കും? നിലവിളിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവ് സൗഖ്യമാക്കും. ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കുക, പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, സൗഖ്യം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ കരുണയാണ് നാം സൗഖ്യമുള്ളവരായി ജീവിക്കുവാൻ ഇടയാക്കുന്നത്. നമ്മുടെ കഴിവോ
നമ്മുടെ ആരോഗ്യവും എടുക്കവും ഒന്നുമല്ല. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ കാൽവരി കുരിശിനാൽ കഴുകി നമ്മെ ശുദ്ധീകരിച്ച മക്കളും അവകാശമാക്കി നിത്യതയിലേക്ക് നമ്മളെ നടത്തുകയാണ്, കരം പിടിച്ച് നടത്തുകയാണ്. ആ നിത്യത അവകാശമാക്കുവാൻ സമയമെടുത്തു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടുക, കർത്താവിൻ്റെ വചനം അനുസരിക്കാത്തവർ വചനം അനുസരിച്ച് ജീവിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക, നിത്യതയിലേക്ക് പോകുവാൻ ഒരുങ്ങിയിരിക്കുക. കർത്താവിൻ്റെ വരവെടുത്തു. ഗോഡ് ബ്ലസ് യു ഓൾ.